കണ്ടനാട്ടെ തരിശുപാടത്ത് 100 മേനി വിളവെടുത്ത നടൻ ശ്രീനിവാസന്റെ കൃഷി മാതൃകയ്ക്ക് ആദരവ് നൽകി കേരള ദർശനവേദി എന്ന കൂട്ടായ്മ ശ്രീനിവാസന്റെ വീട്ടിലെത്തി ഒരു പറ നെല്ല് നൽകിയാണ് ആദരവേകിയത്. കൃഷി പ്രോത്സാഹിപ്പിക്കണം എന്നതായിരുന്നു ശ്രീനിവാസന്റെ മറുപടി. യുദ്ധവുമായി ബന്ധപ്പെട്ട എതിരഭിപ്രായമുണ്ടെങ്കിലും ഇസ്രയേലിന്റെ കാർഷിക മാതൃക അനുകരണീയമാണ് എന്നാണ് ശ്രീനിവാസന്റെ അഭിപ്രായം. എറണാകുളം കണ്ടനാടുള്ള വീട്ടിലെത്തിയാണ് നടൻ ശ്രീനിവാസന് കേരള ദർശനവേദി ആദരവേകിയത്. തരിശുഭൂമിയിൽ കൃഷിയിറക്കി ശ്രീനിവാസന്റെ നേതൃത്വത്തിലുള്ള കാർഷിക കൂട്ടായ്മ മുന്നോട്ട് വെച്ച മാതൃകയ്ക്ക് ഒരു പറ നെല്ല് അളന്നു നൽകിയായിരുന്നു ആദരവ്. കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് നന്ദിയെന്ന ശ്രീനിവാസന്റെ മറുപടി. സ്വന്തമായി കൃഷി ചെയ്തിട്ടാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ അതിൻ്റെ മാനസികമായതും ആരോഗ്യപരമായ ഗുണങ്ങൾ എപ്പോഴും മെച്ചപ്പെട്ടതായിരിക്കും. യുദ്ധവുമായി ബന്ധപ്പെട്ട് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും ഇസ്രയേലിന്റെ കാർഷിക മാതൃക മികച്ചതാണെന്നും അവസരം കിട്ടിയാൽ ഇസ്രയേൽ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും ശ്രീനിവാസൻ കൂട്ടിച്ചേർത്തു. പല കാര്യങ്ങൾ യുദ്ധം ചെയ്തിട്ടും പരസ്പരമുള്ള അധികാരം കാണിക്കുന്നതുകൊണ്ട് ഭൂമി മുഴുവൻ നഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതിൽ നല്ല പാഠങ്ങൾ പഠിച്ച് ഇസ്രായേലിലുള്ള ആൾക്കാർ കൃഷിയിൽ കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങൾ അത് മനസ്സിലാക്കാൻ നമ്മൾ അവിടെ പോകുക തന്നെ വേണം. ഇവിടുന്ന് ഈ കണ്ടനാട് ഭാഗത്ത് നിന്ന് ഒരു സംഘം ഇസ്രായേലിൽ പോകാൻ ശ്രമിക്കണം, ഞാനും കൂടി ഉണ്ടാവും. തനിക്ക് കൃഷിയെക്കുറിച്ച് ഒന്നും അറിയില്ലെന്ന ശ്രീനിവാസന്റെ ധാരണ തെറ്റെന്നായിരുന്നു വിമലയുടെ പ്രതികരണം. കൃഷി ചെയ്യോ താല്പര്യമുണ്ടോ എന്നല്ല ആൾക്കാർ ചോദിക്കുമ്പോൾ ഇവള് ദൂരത്ത് നോക്കും. അങ്ങനെയാണ് എന്നെ കൊണ്ട് നേട്ടം പറയുന്നത്. ഞങ്ങൾ പൂക്കോട് വീട്ടിൽ താമസിക്കുന്ന സമയത്ത് അവിടെ ആവശ്യത്തിനുള്ള കറിവേപ്പില ഉണ്ടാക്കുന്നത് ഞാനാണ്. പിന്നെ 1-2 ചേമ്പ്, ചേന ഇതൊക്കെ ഞാൻ അവിടെ ചെയ്യാറുണ്ട്. ഞാനും ചെയ്യും. ആരെ കൊണ്ടെങ്കിലും വാഴ കുഴിച്ച് വെപ്പിക്കും. ഇതൊന്നും നീട്ടൻ അറിയുന്നില്ല. 10 വർഷം മുമ്പ് 2 ഏക്കറിലായിരുന്നു കണ്ടനാട് ശ്രീനിവാസൻ അടക്കമുള്ളവർ കൃഷിക്ക് തുടക്കം കുറിച്ചത്. കർഷകരായ മനു അടക്കമുള്ളവരുടെ കൂട്ടായ്മയിലൂടെ ഇന്നത് 80 ഏക്കറിൽ എത്തി നിൽക്കുകയാണ്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.